ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. യെസ്, നമ്മുടെ ബാർട്ടർ ടു മണിയിലെ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ മണിയിലേക്ക് എത്തി ആ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? കുറച്ച് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലെന്തായിരുന്നു ബാർട്ടർ സിസ്റ്റം? എന്തായിരുന്നു ബാർട്ടർ സിസ്റ്റം? നമുക്കറിയാം എന്താണ്. പണ്ട് കാലത്ത് അവിടെ കോയിനേജ് സിസ്റ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതായിരുന്നു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. പീപ്പിൾ എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. പീപ്പിൾ എന്താണ്, ഒരു സാധനത്തിന് വേണ്ടിയിട്ട് എന്താണ് വേറൊരു സാധനം വാങ്ങുന്ന അല്ലെ? അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുക, ആ ഒരു സിസ്റ്റം. അതായത് തക്കാളിയാണ് കൂടുതൽ, നമ്മുടെ കയ്യിൽ തക്കാളിയാണ്, നമ്മുടെ കയ്യിൽ ഗോതമ്പില്ല. അപ്പൊ അവരുടെ കയ്യിൽ ഗോതമ്പാണ്, അവരുടെ കയ്യിൽ തക്കാളി ഇല്ല. അപ്പൊ ആ ഒരു കൈമാറ്റ പ്രക്രിയയായിരുന്നു ബാർട്ടർ സിസ്റ്റം അഥവാ ബാർട്ടർ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്താണ്, യെസ്, എൻ്റെ കയ്യിൽ ഒരുപാട് ഒരു 2 ചാക്ക് അരിയുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ എന്താണ് ചിക്കൻ, മീനൊന്നുമില്ല. പക്ഷെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിൽ എന്താണ് ഒരു ചിക്കൻ ഉണ്ട് കേട്ടോ, ഒരു ചിക്കൻ ഉണ്ട്, ഒരു വലിയൊരു കോഴിക്കുട്ടി ഉണ്ട് കേട്ടോ, കോഴീനെ കിട്ടണം. പക്ഷെ എന്താണ്, ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ചാക്കരി മൊത്തം കൊടുക്കുകയാണ് ഒരു കുഞ്ഞു കോഴിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം തന്നെയാണ് അവരും ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ പെട്ടെന്നൊന്നും എളുപ്പമാവില്ല അല്ലേ? സോ എനിക്ക് ചിക്കൻ വേണം, പക്ഷെ എന്താണ്, അവർക്ക് എൻ്റെ കയ്യിലുള്ള അരി വേണ്ട. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരൂലേ? അപ്പോൾ ഈ ഒരു ബാർട്ടർ സിസ്റ്റത്തിന് ഒരുപാട് ചാലഞ്ചസ് നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കിയാലോ. യെസ്, ഡു യു തിങ്ക് ഇറ്റ് വുൾ ബി ഈസി ടു കം അക്രോസ് ദ സിറ്റുവേഷൻ? അപ്പോൾ ഒരുപാട് സിറ്റുവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാണ്ട് അല്ലേ? ജസ്റ്റ് ലൈക്ക് ദ ഫാമർ, പീപ്പിൾ ഹൂ ഡിപ്പെൻഡ് ഓൺ ദ ബാർട്ടർ സിസ്റ്റം വുഡ് ഫേസ് മെനി പ്രോബ്ലംസ് ഇൻ മേക്കിംഗ് എൻ എക്സ്ചേഞ്ച് ഇൻ ദയർ എവറിഡേ ലൈഫ്സ് അല്ലേ? അവരുടെ ഒരു ഫാമറിന്റെ കേസിലാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ പറയാം അല്ലെ? അതായത് ദേ വുഡ് ഹാവ് ടു ഫൈൻഡ് സമ്മൺ ഹൂ വാണ്ട് ദ എക്സാക്ട് ഐറ്റം. അതായത് ഒരു ഫാമറിന് ഇപ്പോൾ എന്താണ് അരി കൊടുത്തിട്ട് അയാൾക്ക് വേറെ എന്തെങ്കിലും സാധനം വാങ്ങണമെന്നായിരിക്കാം. കാരണം അയാളുടെ ആവശ്യം വേറൊരാളെ, അതായത് അയാളുടെ ഈ ആവശ്യം നിറവേറ്റാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കണം. അതുപോലെ അയാളുടെ കയ്യിലെ സാധനം വാങ്ങാൻ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തയ്യാറാവണം. അതുപോലെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണ് ആവശ്യമുള്ള സാധനം ആയിരിക്കണം ഈ ഒരു ഫാമറിന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അത് ആ ഒരു സംഭവം നാം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എന്താണ് ഇത് നല്ല രീതിയിൽ നടക്കത്തുള്ളൂ കേട്ടോ. അതായത് ദാറ്റ് ദേ വാണ്ട് ടു ഗീവ് അല്ലേ? അതായത് who wants the exact item that they want to give and in return are also able to offer exactly what the other party want. അതായത് എൻ്റെ കയ്യിലുള്ള സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളും ആയിരിക്കണം, എനിക്ക് ആവശ്യമുള്ള സാധനം അയാളുടെ ഉണ്ടാകാൻ വേണം. എങ്കിൽ മാത്രമേ എന്താണ് ഇത് നല്ല രീതിയിൽ നടക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ ദിസ് സിനാരിയോ ഈസ് കോൾഡ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറയും. എൻ്റെയും അയാളുടെ ആവശ്യം എന്താണ് സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ ഒരു കൈമാറ്റം നടക്കത്തുള്ളൂ. മറ്റൊന്നെന്ന് പറയുന്നത്, ഈവൻ ഇഫ് ദർ ആർ 2 people who want each other goods and are also willing to make an exchange, other issues could arise. The what proportion should be the 2 goods be to changed. അതായത് നമ്മളിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അരിയാണല്ലേ, എൻ്റെ കയ്യിൽ അരിയാണ്, എനിക്ക് കോഴി വാങ്ങണം. പക്ഷെ എന്താണ് അവിടെ കണ്ടോ, അതായത് എൻ്റെ ഇത്രയും വലിയ ചാക്ക് ഞാൻ കൊടുക്കണോ ഈ കോഴി വാങ്ങാൻ? അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് വരില്ലേ? നമ്മുടെ എന്താണ് ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ? അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ എന്താണ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻ സച്ച് കേസസ് ഇറ്റ് ബിക്കം ഡിഫിക്കൽട്ട് ടു കമ്പയർ ദ വാല്യൂ ഓഫ് വൺ ഗുഡ് അഗെയിൻസ്റ്റ് അനദർ അല്ലേ? നമ്മൾ റെഡി ആവുകടാ, നമ്മളൊരു കുഞ്ഞു കോഴിക്ക് വേണ്ടി നമ്മുടെ ചാക്കരി കൊടുക്കുമോ? അതുപോലെ അല്ലേ? അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും. അവിടെ വാല്യൂ ഓഫ് ഗുഡ് അഗെയിൻസ്റ്റ് അനദർ അല്ലേ? കമ്പയർ ദ വാല്യൂ ഓഫ് വൺ good against another. If one of the people feels that the exchange is disadvantageous, they would not be interested in the exchange. അപ്പം മറ്റേ ആളെന്താണ്, ഞാൻ എക്സ്ചേഞ്ച് സമ്മതിക്കൂല. അപ്പോൾ അവിടെ പ്രശ്നം വരും, അവിടെ ഒരു ചാലഞ്ച് വരും അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അരിയാണെങ്കിൽ എന്താ, എനിക്ക് ചിക്കൻ, എൻ്റെ കയ്യിൽ അരിയാണെങ്കിൽ ഒരുപാട് ഒരു 5-6 ഒരു 10 ചിക്കൻ, 10 കോഴിക്കുട്ടികളുണ്ടെങ്കിൽ 10 കോഴികളുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാണ്ട് ഒറ്റ കോഴിക്ക് വേണ്ടി നമ്മൾ ആ ഒരു പരിപാടിക്ക് തയ്യാറാവുമോ? അപ്പോൾ അതെന്താണ് കോമൺ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് വാല്യൂ എന്ന് പറയും. അതായത് അവിടെ എന്താണ് പ്രശ്നങ്ങളുണ്ടല്ലേ? അപ്പോൾ ഇത്രയും ചാലഞ്ചസ് ഈ ഒരു ബാർട്ടർ സിസ്റ്റത്തിന് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഈ 2 പഠിച്ചേക്കാം കേട്ടോ. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സും ദെൻ കോമൺ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് വാല്യൂ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ.